ഹായ് ഹലോ വിഷുവിശേഷങ്ങളുമായുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവിൽ പ്രധാനം കണിക്കൊന്നയാണല്ലോ. അപ്പോൾ ഇത്തവണ നമുക്ക് കണി വയ്ക്കാനുള്ള പൂവ് നമ്മുടെ വീട്ടുമുറ്റത്തെ കൊന്നച്ചെടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയൊരു കണ്ണനും കൂടി ഉണ്ടെങ്കിൽ കണി തയ്യാർ. നമുക്കെന്തായാലും കണ്ണനുണ്ട്. ഈ കണ്ണനെ നമ്മൾ വാങ്ങിയിട്ട് 3 വർഷമായി. കഴിഞ്ഞ 3 വർഷവും നമ്മുടെ കണിയിലെ ഹൈലൈറ്റ് ഈ കണ്ണനാണേ. ഇനി നമുക്ക് കുറച്ച് ചക്ക, മാങ്ങ, തേങ്ങ ഐറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തെ, നമ്മളിതിനെ കത്തിരിക്ക എന്ന് പറയും, നിങ്ങൾക്ക് ഇതിൻ്റെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു കത്തിരിക്ക പരുവമായി നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷു സമയത്ത് കിട്ടിയതല്ലേ, അതും കൂടി നമുക്ക് കണി വയ്ക്കാമെന്ന് വിചാരിച്ച് അതും പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. ഇതിൻ്റെയൊക്കെ മുതലാളി ചന്ദ്രുവാണ്. ഇത് നട്ടതും വെള്ളമൊഴിച്ചതും എല്ലാം ചന്ദ്രുവാണ്. അപ്പോൾ ഇതിപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് ചന്ദ്രു ഇവിടെ ഇല്ല. ചന്ദ്രു വേണ്ടി വീട്ടിലാണ്. വിഷു ദിവസം ചന്ദ്രു വീണ്ടും അവിടെ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിലും ചന്ദ്രു ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടയ്ക്ക് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രു അവിടെ കുറച്ച് തിരക്കിലാണ്. അതെന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. ശേഷം കണി വയ്ക്കാൻ ആവശ്യമായ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ നെടുമങ്ങാട് പോയി. നല്ല ചൂടായിരുന്നു. അപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി ഒരു ഷാർജ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ഷാർജ എത്തിയപ്പോഴേ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞു കൊച്ചിച്ചനും ഫാമിലിയൊക്കെ അങ്ങോട്ട് സർപ്രൈസായിട്ട് വരുന്നുണ്ടെന്ന്. സർപ്രൈസൊക്കെ പൊളിഞ്ഞു. പക്ഷേ നമ്മൾ വേഗം തന്നെ പിന്നെ അവിടെ അധിക സമയം നിന്നില്ല. വേഗം വീട്ടിലെത്തി. അതുകൊണ്ട് തന്നെ ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ വന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും വിഷുക്കണിയുടെ പരിപാടിയിലേക്ക് അങ്ങ് ഇറങ്ങി. വീട്ടുമുറ്റത്ത് നിറയെ തുളസിയും തെച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് എല്ലാം നശിച്ചു പോയി. പിന്നെ ചേട്ടൻ ഇത് ടോർച്ച് കൊണ്ടൊക്കെ പോയി എവിടുന്നോ കുറച്ച് തുളസിയും തെച്ചിപ്പൂവും കൂടി ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് ഒരടിപൊളി മാല ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോയി നേരെ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു. ഒരു വിളക്ക് കഴുകി എനിക്കത് തൃപ്തിയായില്ല. പിന്നെ ആ ചെറിയ വിളക്ക് വെച്ചിട്ട് പോയി വലിയ വിളക്ക് എടുത്തുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ കണ്ണൻ മുകളിലിരിക്കുന്നതേ ഉള്ളൂ. കണ്ണനെ താഴെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് സമയം. അപ്പോൾ കണ്ണനെ താഴെ ഇറക്കി ബാക്കി ഒരുക്കങ്ങളും കൂടി നമുക്ക് പൂർത്തിയാക്കാം. അപ്പം നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ വിഷുക്കണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. അപ്പോൾ നമുക്കിനി രാവിലെ കണി കാണാൻ സമയത്ത് കാണാം. അങ്ങനെ രാവിലെയായി. കാത്തിരുന്ന വിഷു തേങ്ങ എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുച്ച് കുളിച്ച് റെഡിയായതിന് ശേഷം വിളക്ക് കത്തിച്ചു. ചേട്ടന് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ചേട്ടനും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ നമുക്ക് വിഷു കണി തന്നെയാണ് അത്ര പ്രാധാന്യമായിട്ടുള്ളൂ. വേറെ വിഷു സദ്യ, വിഷുക്കോടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം പല സ്ഥലങ്ങളിലും പലരും അതൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഇത്തവണ ചേട്ടയില്ല, അനിയയില്ല, ചന്ദ്രുവില്ല, എല്ലാവരും ജോലിക്കൊക്കെ പോകണു. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിഷു വലിയ ആഡംബരം ആക്കിയില്ല. പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു സദ്യയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഒരു ദിവസവും കൂടി അങ്ങ് പോയേനെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പിക്ക് ദോശയും ചമ്മന്തിയും ആയിരുന്നു. അപ്പോൾ ചേട്ടന് പോകാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി ദോശയും കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചേട്ടൻ എന്തേ കാപ്പി കുടിക്കുന്നു. ഞാനും ആ സമയത്തൊരു ചായ കുടിച്ചു. പിന്നെന്താ, നമ്മൾ ഇത്തവണ വിഷു കൈനീട്ടം കൊടുക്കാൻ മറന്നുപോയി. സാധാരണ കണി കാണാൻ വരുമ്പോഴേ നമ്മൾ കൈനീട്ടമൊക്കെ കൊടുക്കണതാണ്. പിന്നെ ചേട്ടൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ്
ചാരു ഒരു തവണ ഉണർന്നു വന്ന് കണി കണ്ടിട്ടുണ്ട്. കരച്ചിലായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം രണ്ടാമത് വീണ്ടും വന്നിങ്ങനെയൊക്കെ നോക്കിയിട്ട് പോയി. പിന്നെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് കൈനീട്ടമൊക്കെ കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ വന്ന് തൊഴുതു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു ആഘോഷം. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? എന്തൊക്കെയാണ് ആഘോഷങ്ങളെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ടാറ്റാ ബൈ.